മാർക്കോസ് 11:25 എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവീൻ. അപ്പൊ ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തേലും ഉണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ആരെക്കുറിച്ചേലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, യാഗപീഠത്തിലേക്ക് യാഗവസ്തു കൊണ്ടുവരുന്നതിന് മുൻപ് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. വലിയ പാടുള്ള ഒരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. കാരണം എപ്പോഴും അക്ഷമയുണ്ടാകുന്നിടത്ത് ഒരു വേദനയുണ്ട്. നിങ്ങൾ ചിലരോട് ക്ഷമിക്കാത്തതിൻ്റെ കാരണം എന്നാന്ന് ഞാൻ പറയാം. അതുപോലെ നിങ്ങൾക്ക് അവർ വേദന തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ അവർ മുറിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളെ എവിടേക്കോ അവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെയിൻ, ആ ഒരു വേദന നിങ്ങളുടെ അകത്ത് ആ ഒരു മുറിവ് കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവിടെ നിന്ന് നിങ്ങൾക്ക് അക്ഷമ പുറപ്പെടാൻ കഴിയാത്തത്. അപ്പൊ ഇതിനൊരു പരിഹാരമുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഇതിനൊരു പരിഹാരമുണ്ട്, ഇതിനൊരു സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഒരു വേദന ഒരു മനുഷ്യൻ ഹൃദയത്തിൽ തന്നാൽ, ഒരു മുറിവ് ഒരാൾ തന്നാൽ, ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പെയിൻ തന്നാൽ, ആ സെക്കൻഡിൽ, ആ നിമിഷം തന്നെ കയ്പിൻ്റെ വേരുകൾ അവിടെ ഇറങ്ങാതെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്കോ നിങ്ങളുടെ ബെഡ്റൂമിലേക്കോ നിങ്ങൾ ഓടിച്ചെന്നിട്ട് ദൈവസന്നിധിയിൽ നിന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ആ മനുഷ്യൻ എനിക്ക് തന്ന വേദന ഞാൻ നിന്റെ കയ്യിലേക്ക് തരുന്നു. എൻ്റെ ആത്മാവിലുള്ള ആത്മാവിൻ്റെ ഫലമായ ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ ആത്മാവിലുള്ള ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ആ വ്യക്തി തന്ന വേദന ഞാൻ നിനക്ക് നൽകുന്നു.